ആഷിക്ക് സാധാരണക്കാർക്ക് എന്നും ഗവൺമെൻറ് ആശുപത്രികളും മെഡിക്കൽ കോളേജുകളുമാണ് ആശ്രയസ്ഥാനം. ഓടിച്ചെല്ലുന്ന ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഓടിച്ചെല്ലുന്നത് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾക്ക് തന്നെയാണ്. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ICU ഒരു വെള്ള തുണി വെച്ച് മറച്ചു കെട്ടിയിരിക്കുന്ന ദൃശ്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഇത്രയും ശോചനീയമായ അവസ്ഥയിൽ ഒരു മെഡിക്കൽ കോളേജ് പോകുന്നത് സിസ്റ്റത്തിൻ്റെ തകരാറാണോ അതോ ഇവിടുത്തെ ഭരണാധികാരികളുടെ തകരാറാണോ? ഇപ്പോൾ ആരോഗ്യരംഗത്ത് ഒരു നേട്ടമുണ്ടായി. അതായത് ഒരു അവയവമാറ്റ ശസ്ത്രക്രിയ അവർ അത് വിജയകരമായി പൂർത്തിയാക്കി. ആ ഒരു വിജയത്തിൻ്റെ ക്രെഡിറ്റ് ആദ്യം വന്ന് മാധ്യമങ്ങളിലേക്ക് വിളമ്പുന്നവരായിരിക്കും? ഇവിടുത്തെ ആരോഗ്യമന്ത്രിയാണ് അല്ലേ? അപ്പോൾ അവിടെ ഒരു വീഴ്ച ഉണ്ടായാൽ അതിന് ഉത്തരവാദി ആരായിരിക്കും? അതിന്റെ ക്രെഡിറ്റ് ആരുടെ തലയിൽ വരും? ആരോഗ്യമന്ത്രിക്ക് തന്നെയാണ്. അപ്പോൾ ഇതിന് ഉത്തരവാദി അതായത് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആ ഒരു ICU മുണ്ട് മറച്ച് കെട്ടേണ്ടി വന്ന അവസ്ഥ ഒരു മാസത്തിലേറെ അപകടം നടന്നിട്ട്. മാർച്ച് 17-നാണ് അപകടം നടന്നത്. ഇതുവരെ ഒരു മാസം പിന്നിട്ടിട്ടും ആ ഒരു ആശുപത്രി പഴയ രീതിയിലേക്ക് റൺ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയ ഒരു അവസ്ഥ അത് ആരുടെ തലയിലായിരിക്കും ആ കുറ്റം വരിക? ആരോഗ്യമന്ത്രിയുടെ തലയിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പല ഈ ആരോഗ്യ മേഖലകളെ കണ്ടിട്ട് കേരള മോഡൽഡ എന്ന് നമ്മൾ വീമ്പ് പറയുമ്പോഴും ഇതുപോലെ പല കാര്യങ്ങളും കണ്ണിൽ കാണാത്ത പല കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ ചില ഉദാഹരണമാണ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു സംഭവം. അതുമാത്രമല്ല, കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിൽഡിംഗ് ഇടിഞ്ഞു വീണ ഒരു വീട്ടമ്മ മരിച്ചതായിരുന്നു. അത് ആ ഒരു ബിൽഡിംഗ് ഇതുവരെ റിനോവേറ്റ് ചെയ്ത് തുറന്നു നൽകിയിട്ടില്ല. അതിനിടയ്ക്കാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ജലക്ഷാമം നേരിട്ടത്. വെള്ളം നിന്നുപോയി. 21 സർജറിയാണ് അവിടെ ആ ഒരു ദിവസം മുടങ്ങിപ്പോയത്. ആ വിലപ്പെട്ട ജീവന് വിലയില്ലേ? ആ ജീവന് വിലയില്ലേ? പക്ഷേ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ, അതായത് നേട്ടങ്ങൾ മുഴുവൻ സ്വന്തം ക്രെഡിറ്റിലാക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാം സിസ്റ്റത്തിലേക്ക് ചാരുന്ന ഒരു പ്രവണതയുണ്ട്. സിസ്റ്റത്തിൻ്റെ തകരാറാണ്, ഞങ്ങളെല്ലാം ക്ലിയറാണ്, പക്ഷേ സിസ്റ്റം കംപ്ലൈൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടുത്തെ സർക്കാരല്ലേ? സർക്കാർ തന്നെയല്ലേ സിസ്റ്റം? അല്ലെങ്കിൽ ഈ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ ആരോഗ്യമന്ത്രിയും കൂടി ഉൾപ്പെടുന്നതല്ലേ ഇവിടുത്തെ സിസ്റ്റം? ആരോഗ്യമന്ത്രിയാണ് ഈ ആരോഗ്യ മേഖലയുടെ സുപ്രീം കമാൻഡർ. ആ സുപ്രീം കമാൻഡറിന് ഈ ഒരു മേഖലയെ നയിക്കാൻ കഴിവില്ലെങ്കിൽ ഇതുപോലത്തെ ഓരോ സംഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവർ പറയുന്നു, പക്ഷേ ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തുറവൂർ ഹോസ്പിറ്റലിൽ തീപിടുത്തം ഉണ്ടായി. നല്ലൊരു ഫയർ ബാക്കപ്പ് ഇല്ല. ഇതുപോലെ ഒരു തടസ്സങ്ങൾ മറികടന്നാണ് ആരോഗ്യരംഗം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഹാരിസ് ചിറക്കലിനെ ഓർമ്മയുണ്ടല്ലോ? അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എന്തായിരുന്നു? ഈ സർജറിക്ക് അതിൻ്റെ എക്യുപ്മെന്റ്സിനും കയ്യിൽ നിന്ന് കാശ് മുടക്കിയാണ് അവിടുത്തെ ഡോക്ടർമാർ ആ ഒരു പൂർത്തിയാക്കുന്നത്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് പോവുകയല്ലേ? അദ്ദേഹം സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറായിരുന്നു, പക്ഷെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്കാണ് പോകുന്നത്. അതായത് ഞങ്ങളോ ഒന്നും ചെയ്യില്ല, എന്നാൽ ചെയ്യുവാനായി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെ പുറത്താക്കുന്ന പ്രവണത. പക്ഷേ എന്ത് മുഖം വെച്ചിട്ടാണ് ആറന്മുളയിൽ വീണ്ടും മത്സരിക്കുവാനായി വീണ ജോർജ് എത്തുന്നത് എന്നൊരു ചോദ്യം ഇവിടുത്തെ ജനങ്ങൾ ചോദിച്ചാൽ ആ ചോദ്യത്തിൽ തെറ്റുണ്ടെന്ന് പറയാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. കാരണം അവർക്ക് വീണ്ടും അധികാരം വരണം. അധികാരമില്ലെങ്കിൽ അവരൊന്നും അല്ലാതാവും. ഒരു പക്ഷേ ഈ ഇലക്ഷനിൽ തോറ്റുപോയാൽ വീണ ജോർജ് എന്നുള്ള ഒരു വ്യക്തി ഈ CPM പാർട്ടിയിൽ നിന്ന് 0 എന്നുള്ളൊരു നിലയിലേക്ക് ഇപ്പോൾ നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ്റെ അവസ്ഥ കണ്ടില്ലേ? എന്തൊക്കെയായിരുന്നു? ഈ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ഊട്ടി. അതെ, ആ ഒരു കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തോടെ ആര്യ രാജേന്ദ്രൻ എവിടെ പോയി? അപ്രസക്തയായി. അതെ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ആറന്മുളയിൽ നിന്നും വീണ ജോർജ് പരാജയപ്പെട്ടാൽ വീണ ജോർജ് എന്ന വ്യക്തി ഈ പാർട്ടിയിൽ നിന്നും ഇല്ലാതാവും. ചിലപ്പോൾ ലൈം ലൈറ്റിലേക്ക് അവർ പുറത്ത് വരികയുമുണ്ടായില്ല. പക്ഷെ ഇപ്പോഴും വീണ ജോർജ് ഭയങ്കര കോൺഫിഡൻസിലാണ്. അതായത് 7,500-ൽ നിന്ന് 9,500 വർദ്ധിപ്പിച്ച വോട്ടിന് ഇത്തവണ 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിക്കും എന്ന് വീണ ജോർജ് പറയുന്ന കോൺഫിഡൻസ്, ആ കോൺഫിഡൻസ് എന്തിൻ്റെ ആവും? മലയാളികൾ മണ്ടന്മാരാണോ കേരളത്തിൽ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇല്ലില്ല, മണ്ടന്മാരല്ല എന്നുള്ള വിശ്വാസം തന്നെയാണ് എനിക്കും. അതുകൊണ്ട് തന്നെ സാക്ഷര മലയാളികൾ അല്ലെങ്കിൽ ഇത് 10 വർഷമായി കേരളത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന വോട്ടർമാർ അല്ലെങ്കിൽ മലയാളികൾ ആഗ്രഹിക്കുന്നത് വീണ ജോർജിനെ പോലെ ഒരു ആരോഗ്യമന്ത്രി കേരളത്തിന് വേണ്ട, അല്ലെങ്കിൽ അവരെ പോലുള്ള ഒരു ജനപ്രതിനിധി കേരളത്തിന് വേണ്ടെന്ന് തന്നെയായിരിക്കും ആറന്മുളയുടെ ജനങ്ങളുടെ ഒരു തീരുമാനം. ഓക്കെ, വളരെ മികച്ച രീതിയിൽ ആരോഗ്യവകുപ്പ് കൊണ്ടുപോയ ഒരു മന്ത്രി നമുക്കുണ്ടായിരുന്നു. അവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും അവരുടെ പേര് ഉയർത്തി കാണിക്കപ്പെടുന്നു. അവരെ ഒതുക്കിക്കൊണ്ടാണ് ഈ പറയുന്ന വീണ ജോർജിനെ അധികാര സ്ഥാനത്തേക്ക് കൊണ്ടുവയ്ക്കുന്നത്, അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിലേക്ക് വീണ ജോർജിനെ കൊണ്ട് സ്ഥാപിക്കുമ്പോൾ
അതിനു മുൻപ് ആരോഗ്യരംഗം വളരെ കൃത്യമായി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന കുറേയധികം വിവാദങ്ങൾ ഉണ്ടായിരുന്നു. വിവാദങ്ങൾ ഭരണത്തിൻ്റെ തുടർച്ചയാണ്. ഏത് പാർട്ടി ഭരിച്ചാലും വിവാദങ്ങൾ ഉണ്ടാവും, അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ വിവാദങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആരോഗ്യവകുപ്പിനെ കറയറ്റതായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തിയായിരുന്നു കെ ശൈലജ എന്ന് പറഞ്ഞ ശൈലജ ടീച്ചറെ പിന്തള്ളിക്കൊണ്ടാണ് വീണ ജോർജിനെ ഈ പറയുന്ന ആരോഗ്യരംഗത്തേക്ക് കൊണ്ടുവയ്ക്കുന്നത്. അപ്പോഴും ആരോഗ്യരംഗം തകരുമ്പോഴെന്നല്ല, ആരോഗ്യരംഗം പൂർണ്ണമായും അടിത്തറയിലേക്ക് ഇടിഞ്ഞു താഴുമ്പോഴും മുഖ്യമന്ത്രി പാലിക്കുന്ന ഇതൊന്നും തന്നെ അദ്ദേഹത്തെ ബാധിക്കുന്നതല്ല എന്നുള്ള രീതിയിലുള്ള ഒരു മൗനം, ആ മൗനം ശരിക്കും അപകടകരമല്ലേ? ഈ പുരയ്ക്ക് മേലെ ചാരുന്ന സ്വർണം കായ്ക്കുന്ന മരമായാലും അത് വെട്ടിക്കളയണമെന്നൊരു പഴമൊഴിയുണ്ടല്ലോ. അപ്പം അതാണ് ഇവിടെ ശരിക്കും നടന്നത്. തനിക്ക് മേൽ വളരുന്ന ശൈലജ ടീച്ചറെ എന്ത് വില കൊടുത്തും ഒതുക്കുക എന്നുള്ളൊരു രീതിയിലാണ് അവർക്ക് സീറ്റ് നിഷേധിപ്പിക്കുക, അല്ലെങ്കിൽ വടകരയിൽ കൊണ്ടുപോയി മത്സരിപ്പിക്കുക, അങ്ങനെ തീരെ അപ്രസക്തമാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കണ്ടത്. ഇനി ശൈലജ ടീച്ചറിൻ്റെ ഒരു തിരിച്ചു വരവ് ഉണ്ടായാൽ ഈ ഒതുക്കിയവർക്കെല്ലാം തിരിച്ച് മറുപടി ഉണ്ടാവും, ജനങ്ങളിൽ നിന്ന് മറുപടി ഉണ്ടാവും. അദ്ദേഹം മുഖ്യമന്ത്രിയാകുമോ? ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി ആവുകയില്ലയോ അത് വിഷയമല്ല. പക്ഷേ പിണറായി വിജയൻ അല്ലെങ്കിൽ വീണ ജോർജ് പരാജയപ്പെട്ട് ശൈലജ നിയമസഭയിൽ എത്തിയാൽ അവർക്ക് വലിയൊരു കനത്ത തിരിച്ചടിയാവും. ഒരു ചിന്തനത്തിന് ഒരു വഴിയൊരുക്കും. അത് മാത്രമല്ല, മാർച്ച് 17-നാണ് ഈ ഒരു അപകടം നടക്കുന്നത്. പക്ഷേ 2 ദിവസം ഇത് പുറം ലോകം അറിഞ്ഞിട്ടില്ല. മാധ്യമങ്ങൾ പോലും അറിഞ്ഞത് 2 ദിവസത്തിന് ശേഷമാണ്. ഇതുപോലെ ഹോസ്പിറ്റലിൽ തീപിടുത്തം ഉണ്ടാകുന്നു, 5 പേരാണ് മരിച്ചത്. 5 രോഗികൾ വെന്റിലേറ്ററിൽ ചികിത്സയിലുണ്ടായിരുന്ന 5 പേരടക്കം. പക്ഷേ ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു ചാനൽ പുറത്ത് വിട്ട വാർത്ത എന്താണെന്നറിയോ? സ്വാഭാവിക മരണം സംഭവിച്ച അവരുടെ മരണം ഹോസ്പിറ്റലിലെ തീപിടുത്തവുമായി കണക്ട് ചെയ്ത് മറ്റു മീഡിയകൾ പുറത്തു വിടുന്നു എന്നുള്ള രീതിയിൽ എന്ത് തരത്തിലുള്ള ന്യായീകരണമായാലും ഇത് മനുഷ്യന് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ന്യായീകരണമാണ്. എന്റെ സംശയം ഇതാണ്, വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന 5 രോഗികൾ സ്വാഭാവികമായി മരണപ്പെട്ടാലും അതും സിസ്റ്റത്തിന്റെ തകരാറ് തന്നെയല്ലേ? വെന്റിലേറ്റർ ജീവൻ പിടിച്ചു നിർത്താനുള്ളതാണ്. അവിടെ വെച്ച് 5 രോഗികൾ ഒരേ സമയം മരിക്കുന്നുണ്ടെങ്കിൽ അത് ആ ഹോസ്പിറ്റലിന്റെ ഫെയിലിയർ ആണല്ലോ, അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ തകരാറാണല്ലോ. അവിടെ ഓൾറെഡി ഒരു സിസ്റ്റം ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. വെന്റിലേറ്റർ സഹായത്തോടെ ഇരുന്നിരുന്ന 5 രോഗികൾ മരണപ്പെടുന്നു, അതിനോടൊപ്പം തന്നെ തീപിടുത്തം നടക്കുന്നു. പക്ഷേ സ്വാഭാവികമായി മരണപ്പെട്ട മരണങ്ങളെ തീപിടുത്തോട് കൂട്ടി യോജിപ്പിക്കുന്നു എന്ന് ഇവിടുത്തെ മന്ത്രിസഭ അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റ് പറയുമ്പോൾ അത് തീപിടുത്തത്തോട് കൂട്ടി യോജിപ്പിച്ചില്ലെങ്കിൽ പോലും ഈ 5 മരണങ്ങളും അസ്വാഭാവികമല്ലേ? അതെ, കാരണം ആ ഒരു തീപിടുത്തം ഉണ്ടായ സമയത്ത് ആൾക്കാരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി പല കാര്യങ്ങൾക്കിടയിലും ഈ വെന്റിലേറ്ററിലെ ആ ഒരു സിസ്റ്റം ആ ഒരു പ്രവർത്തനം നിലച്ചുപോയി. അതുകൊണ്ടാണ് വെന്റിലേറ്റർ കിടന്നിരുന്ന ആ ഒരു പേഷ്യന്റ് മരിച്ചത്. അതിനുശേഷം ഈ ഒരു തീപിടുത്തം കൊണ്ട് ഈ 5 പേരുടെ മരണത്തിന്റെ പൂർണ്ണമായിട്ടുള്ള കാരണം ഈ ഒരു തീപിടുത്തമാണ്. ഒരു ഷോർട്ട് സർക്യൂട്ടിലൂടെ തീപിടുത്തം ഉണ്ടാകുന്നു, ഇതുപോലെ 5 പേര് മരിക്കുന്നു. പക്ഷേ അതിന്റെ റിപ്പോർട്ട് ഇതുവരെ തീരുമാനമായിട്ടില്ല. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, എങ്ങനെ ഇത് സംഭവിച്ചു, ഇതിനെന്താണ് ഇനിയൊരു ആക്ഷൻ, ഇതൊന്നും ഇവിടെ തീരുമാനമായിട്ടില്ല. കാരണം ഇതെല്ലാം തീരുമാനം എടുക്കേണ്ട ആരോഗ്യമന്ത്രി ഇലക്ഷൻ പ്രചരണത്തിന്റെ തിരഞ്ഞെടുപ്പിലായിരുന്നു. ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് ഈ ഒരു ഇലക്ഷൻ സമയത്ത് അവർക്ക് തിരിച്ചടിയാവുന്നുള്ളതുകൊണ്ട് അവരതിനെ കാര്യമായിട്ട് ഗൗനിച്ചതേ ഇല്ല. എന്ത് തിരഞ്ഞെടുപ്പാണോ അതോ സ്വന്തം ആരോഗ്യരംഗത്തുണ്ടായ പാളിച്ചയാണോ അവർക്ക് ആ ഒരു സമയത്ത് വലുത്? എന്താണെങ്കിലും മെയ് 4-ന് കേരളം വിധി എഴുതുകയാണ്. ഇനി ആരാണ് ഭരണത്തിലേക്ക് വരുന്നത്? തുടർഭരണമാണെങ്കിൽ ഇതൊക്കെ വീണ്ടും തുടരും. അതല്ല മറിച്ച് UDF ആണ് അധികാരത്തിൽ വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും അന്വേഷണം ഉണ്ടാകുമെന്നും ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ സത്യം വെളിയിൽ വരുമെന്നും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുമെന്നും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും കാത്തിരിക്കാം മെയ് 4-നായി.